അപ്പോൾ ഇതൊരു അടിപൊളി മിന്നാമിനിങ് ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണാം. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ടെക്നോ എന്ന ബ്രാൻഡിലെ പോവ 6 Pro 5G എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ഫോണാണ്. ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ല ഫോണാണിത്. 20,000 രൂപയുടെ താഴെ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഒരുപാട് ദിവസങ്ങളായി നമ്മളെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിയിട്ട് റിവ്യൂ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഇതിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഫോണാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ചിലപ്പം വീഡിയോക്ക് കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മളെ ഫോണിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതാണ് ഓൾറെഡി. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു ബോക്സ് വന്നത്. അത് തുറക്കുമ്പോൾ തന്നെ ഫോണാണുള്ളത്. ഫോൺ നമുക്ക് ബൂട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ ഒരു കാർഡ് വരുന്നുണ്ട്, ഫുൾ ഫയർ ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ. അത് സ്ക്രാച്ച് ചെയ്തിട്ട് അതിലൊരു കോഡ് വരും, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 2 വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട്. UAE വരുന്ന എല്ലാ ടെക്നോ ഫോണിലും നമുക്ക് 2 വർഷത്തെ വാറണ്ടിയാണ് കിട്ടുന്നത്. ഇന്ത്യയിൽ അത് 1 വർഷമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ, കൂടാതെ ഫോണിൻ്റെ കൂടെ നമുക്ക് അടിപൊളി ഒരു സ്ട്രോങ് ആയിട്ടുള്ള കേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു കേസ് ഫോൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സൈഡും ക്യാമറയും ഒക്കെ തന്നെ നല്ല പ്രൊട്ടക്ഷനാണ്. ക്യാമറയ്ക്ക് സ്ക്രാച്ച് ഒന്നും ആവില്ല താഴെ വെക്കുന്ന സമയത്ത്. അധിക ബ്രാൻഡിൻ്റെ കൂടെ നമുക്ക് കേസ് കിട്ടാറില്ല. പക്ഷേ കിട്ടുന്ന ബ്രാൻഡ് തന്നെ നമുക്ക് തരുന്നത് സിലിക്കോൺ കേസാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ്, നല്ലൊരു കാര്യം തന്നെയാണ് അത്. പിന്നെ നല്ല സൂപ്പർ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ സിം എജക്റ്റിംഗ് ടൂള്, പിന്നെ ടൈപ്പ് സി ടു USB കേബിള്, പിന്നെ ഒരു ഇയർഫോണും കിട്ടുന്നുണ്ട്. ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫോൺ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫോണാണ്. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ഗ്രേ കളർ, അതുപോലെ ഗ്രീൻ കളറിലും വരുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല കളറായിട്ട് തോന്നിയത് ഗ്രീൻ കളറാണ്. അതുപോലെ ഫോണിന്റെ സൈഡ് ഭാഗത്തൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് പതിയുന്ന ഒരു ബോഡിയാണ്, കാരണം അവിടെ ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് പതിയുന്നുണ്ട്. പിന്നെ ഫോണിൽ 7.9 mm ആണ് തിക്നെസ് വരുന്നത്. അതുപോലെ 198 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 6000 mAh ബാറ്ററി വന്നിട്ട് പോലും നമുക്ക് അത്ര ഒന്നും വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അത്ര സ്ലിം ആയിട്ടുള്ള ഫോണല്ല, അത്ര ഒരു ബൾക്കി ആയിട്ടുള്ള ഫോണല്ല, ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. അതിൻ്റെ മുകളിലായിട്ട് വോളിയം വോക്കസും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, സ്പീക്കർ ഗില്ല്, ഒരു IR ബ്ലാസ്റ്റർ. റൈറ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അത്രയാണുള്ളത്. ഇനി ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്കിൽ വരുന്നത്. ഈ ഒരു ഫോൺ ടോട്ടലി വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയിൽ തന്നെയാണ്. ലൈറ്റ് ഒക്കെ തട്ടുന്ന സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് പതിയുന്ന ഒരു ബോഡിയും കൂടിയാണിത്. പിന്നെ കുറെ ലൈനും കുത്തും കോമൊക്കെ കൊടുത്തത് കാണാം. അതുപോലെ തന്നെ വലിയൊരു ക്യാമറ മൊഡ്യൂളും വരുന്നുണ്ട്. ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് ഈ ഫോണിന്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ബാക്ക് സൈഡ് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ക്യാമറയുടെ സൈഡിൽ കൂടി പോകുന്ന ഈ ഒരു LED സ്ട്രിപ്പ് നല്ല ഭംഗിയുണ്ട് ആ ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ആ ക്യാമറക്ക് ചുറ്റും ഒരു LED കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ക്യാമറക്ക് മാത്രമാക്കാം, അല്ലെങ്കിൽ ആ LED സ്ട്രിപ്പ് മാത്രമാക്കാം, എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നത് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കോൾ വരുന്ന സമയത്തും മെസ്സേജ് വരുന്ന സമയത്തും അലാറം വെക്കുന്ന സമയത്തും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് നമുക്ക് AMO LED 120 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഈ ഫോണിന് കിട്ടുന്നുണ്ട്. AMO LED ഡിസ്പ്ലേ ആണ്, 120 Hz റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 1300 നട്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും ഈ ഫോൺ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വെയിലുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ലാതെ. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഒരു ഫുൾ ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള ബെസൽസ് ഒക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറ ഇരിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് കോള് വരുന്നതും ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അലാറം വെക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 നെറ്റ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ടച്ച് വർക്ക് ആവുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അതുപോലെ IP53 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് റേറ്റിംഗും ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പവും കാണാൻ സാധിച്ചില്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെ ഈ ഫോണിന് കിട്ടിയിട്ടുണ്ട്.
ഇനി ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 20,000 രൂപയുടെ താഴെ വരുന്ന ഓൾമോസ്റ്റ് ഫോണിലും കണ്ടുവരുന്ന ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ഡിമെൻസിറ്റിൻ്റെ 6080 എന്നുള്ളൊരു 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഇതുപോലുള്ള ഗെയിംസൊക്കെ നമുക്ക് കളിക്കാം, വലിയ കുഴപ്പമില്ല. പക്ഷേ ഗ്രാഫിക്സ് ഒന്നും അത്ര പോരാ. ആൻഡ്രോയിഡ് 40 iOS 14 ആണുള്ളത്. അതുപോലെ തന്നെ 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. പിന്നെ 2 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ കാണാൻ സാധിച്ചിട്ടുള്ളത്. 8GB റാമിൽ 256GB. അതുപോലെ തന്നെ 8GB റാം എന്നുള്ളത് നമുക്ക് 8GB കൂടെ എക്സ്പെൻഡബിൾ ആണ്. അങ്ങനെ 16GB ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള 12GB റാം 256GB സ്റ്റോറേജ്. ഇതിലും നമുക്ക് 12GB എന്നുള്ളത് പ്ലസ് 12GB കൂടെ എക്സ്പെൻഡബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 24GB ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB ആൻഡ് 256GBക്ക് ഇന്ത്യയിൽ വരുന്നത് 17,990 രൂപയാണ്. ഓഫറൊക്കെ കഴിച്ചിട്ടുള്ള പ്രൈസാണിത്. അതുപോലെ തന്നെ 12GB ആൻഡ് 256GBക്ക് ഇന്ത്യയിൽ വരുന്നത് 19,990 രൂപയാണ്. ഇതും ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസാണ്. അതുപോലെ UIയിൽ നമുക്കിവിടെ വരുന്നത് ഒരു വേരിയന്റിലാണ്. 12GB റാം 256GBയിലാണ്. അതിന്റെ പ്രൈസ് വരുന്നത് 879 ദിർഹംസ് ആണ്. LPDDR4X ആണ് റാം വരുന്നത്. അപ്പോൾ ഫോണിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് സൈഡ് തന്നെ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു ക്യാമറ മെഗാ പിക്സൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു കുറവ് വരുത്തിയിട്ടില്ല. 108 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ, പിന്നെ വരുന്നത് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, പിന്നെ ഒരു AI ക്യാമറ കൊടുത്തിട്ടുള്ളത് 0.8 മെഗാ പിക്സലിലേതാണ് അത്. പിന്നെ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും ഇതിൽ വരുന്നത്. ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് അൾട്രാ വൈഡ് ക്യാമറ ഇതിൽ കൊടുത്തിട്ടില്ല. അതിനും അതിൽ ഒരു AI ക്യാമറ ആണ് വരുന്നത്. പിന്നെ സെൽഫി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഒരു ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡുവൽ വീഡിയോയിൽ നമുക്ക് ഫിൽറ്റർ മോഡ്, ബ്യൂട്ടി ഓപ്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ AI ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 108 മെഗാ പിക്സൽ ഓൺ ആക്കിയിട്ടും ഓഫ് ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഫിൽറ്റർ മോഡ് അതിലും വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ക്യാമറ. അതുപോലെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഫിലിം, അതുപോലെ തന്നെ എയർ ലാൻസ്, സ്കൈ ഷോപ്പ്, പ്രോ മോഡ്, പനോരമ, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം. സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും നല്ല ക്വാളിറ്റി ഉണ്ട്. റിയർ ക്യാമറയിൽ ഒരു നോർമൽ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. 108 മെഗാ പിക്സൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര ഒരു ക്വാളിറ്റി ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു നാച്ചുറൽ കളറൊക്കെ കിട്ടുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ 2K എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫുൾ HDൻ്റെയും 4Kൻ്റെ ഇടയിൽ വരുന്നൊരു ക്വാളിറ്റിയാണ് 2K എന്ന്. അപ്പോൾ 2 വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HDയിൽ എടുത്തതും 2Kയിൽ എടുത്തതും 2 സ്ക്രീനായിട്ട് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ അൾട്രാ സ്റ്റഡി ബൈ എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ 2Kയിൽ എടുക്കുന്ന സമയത്ത് അൾട്രാ സ്റ്റഡി ബൈ നമുക്ക് കിട്ടുന്നില്ല. അത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അൾട്രാ സ്റ്റഡി ബൈ ഓൺ ആയിട്ട് കിട്ടുള്ളൂ. അത് നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഡിഫറൻറ്റ്. ഈ അൾട്രാ സ്റ്റഡി ബൈ ഓൺ ആക്കിയതുകൊണ്ട് തന്നെ ഷെയ്ക്ക് കൂടാത്ത വീഡിയോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2Kയിൽ വരുന്ന സമയത്ത് അൾട്രാ സ്റ്റഡി ബൈ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഷെയ്ക്കും കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാമറയിൽ നമ്മൾ നേരത്തെ റിയർ ക്യാമറയിൽ പറഞ്ഞതുപോലെ തന്നെ അതേ ഒരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും ഫുൾ HDയിൽ 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അൾട്രാ സ്റ്റഡി ബൈ എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഷേക്ക് കൂടാത്ത വീഡിയോസ് എടുക്കാൻ പറ്റും. 2Kയിൽ ആ ഓപ്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. വലിയ കുഴപ്പമില്ല, ഒരു നോർമൽ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. വലിയൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. മുകളിലും താഴ്ഭാഗത്തും സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോൾബി അറ്റ്മോസും കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടൊക്കെയാണ് കിട്ടുന്നത്. നല്ല ക്ലിയർ സൗണ്ടാണ് കിട്ടുന്നത്. പിന്നെ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നോർമൽ സ്പീഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഫേസ് ലോക്കും ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് വർക്കാവുന്നത്.
ഇനി ഫോണിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6000 mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അത് 70 വാട്ട്സിൻ്റെതാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, പെട്ടെന്ന് തന്നെ ചാർജ് ഫുള്ളാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത്, അതും ഞാനൊരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതിൽ വരുന്ന റിയർ ക്യാമറയിൽ മാത്രമാണ് ഒരു വലിയൊരു പെർഫോമൻസ് കാണാൻ സാധിക്കാത്തത്. ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമാണ് നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ അടിപൊളിയാണ്, യാതൊരു കുഴപ്പമില്ല. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ഡിസ്പ്ലേ സൈഡ് ആണെങ്കിലും ബാറ്ററി സൈഡ് ആണെങ്കിലും പെർഫോമൻസ് സൈഡൊക്കെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.